അടിമുടി സിനിമയായിരുന്നു ശ്രീനിവാസൻ. നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും നിർമ്മാതാവായും സിനിമയുടെ വലിയ ലോകം ശ്രീനിവാസൻ എന്ന കുറിയ മനുഷ്യൻ കീഴടക്കി. നോവും നർമ്മവും കലർന്ന ഉദാത്ത ഹാസ്യത്തിന്റെ മൂർത്ത രൂപങ്ങളായിരുന്നു ശ്രീനിവാസന്റെ ഓരോ കഥാപാത്രങ്ങളും. സാമൂഹിക വിമർശനങ്ങളെ ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്താണ് ശ്രീനി സംഭാഷണങ്ങൾ എഴുതിയത്. കാലം മായ്ക്കാത്ത മുദ്രാവാക്യങ്ങളായി മാറിയ നൂറുകണക്കിന് രംഗങ്ങൾ ആ തൂലികയിൽ പിറന്നു. എല്ലാ കല്ലിലും ശില്പമുണ്ട്. നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലിൽ നിന്ന് ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ്. നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന്, നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ ചികഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. സാധാരണ മനുഷ്യരുടെ നീറുന്ന പ്രശ്നങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും സാമൂഹ്യ വിമർശനവും ശ്രീനിവാസന്റെ തിരക്കഥകൾക്ക് ഇതിവൃത്തമായി. സന്ദേശം എന്ന രാഷ്ട്രീയ വിമർശന ചിത്രം അങ്ങനെയാണ് പിറക്കുന്നത്. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെ വായിച്ചിട്ടുണ്ട്. അത് വരട്ട് തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം